നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ മണിക്കൂറാണ് ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിക്കും, ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കുമെന്ന്. അതേ ഒരു അന്തരീക്ഷം ഇതാ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷേ ഇന്നത്തോടുകൂടി നിർണായക തീരുമാനം എന്തായാലും മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കിട്ടും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നിർണായക കൂടിക്കാഴ്ച അങ്ങ് ഡൽഹി നടക്കുന്നു. സാധാരണക്കാരായ മലയാളികളുടെ ഒരു അവസ്ഥ നോക്കണേ. നമ്മൾ നമ്മുടെ അവകാശം, വോട്ടെന്ന അവകാശം ഇടും. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഡൽഹിയിൽ ചിലരൊക്കെ ചേർന്ന് തീരുമാനിക്കും ആരാകണം മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ നമ്മൾ ചെയ്ത വോട്ടിനൊക്കെ തന്നെ എന്ത് വിലയാണുള്ളത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും രാഹുലും ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച 5:30 നടക്കും. ഈ 5:30 മണിക്ക് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിർണായക കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് കേരളം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് വിരാമം കുറിച്ച ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഇന്ന് വൈകിട്ട് 5:30 അവസാനവട്ട ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും വി.ഡി. സതീശനെ കെട്ടിപ്പിടിച്ച ഉമ്മ വെച്ചുകൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ ആശംസിക്കാനുമായി ഒക്കെ തന്നെ എത്തുന്നുണ്ട്. വി.ഡി. സതീശന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ വി.ഡി. സതീശൻ ഇതാ മുഖ്യമന്ത്രിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം സതീശൻ അനുകൂലികളുടെ പോസ്റ്റ് നിറയുന്നു. സതീശന്റെ ആലുവയിലെ വീട്ടിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് ഉണ്ടാകുന്നു. എന്തായാലും വലിയ ആവേശത്തോടുകൂടി മുഖ്യമന്ത്രി സതീശൻ തന്നെ എന്നൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വി.ഡി. സതീശന്റെ വീട്ടിലാണ്, ആലുവയിലെ വീട്ടിലാണ് ഇപ്പോൾ ഇതാ ആഘോഷമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെല്ലാവരും ആവേശത്തിലാണ്. കണ്ണുകൾ നിറഞ്ഞ സതീശൻ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10ാം നാളായിട്ടും അനാഥമായിരിക്കുകയാണ് കേരളം. എന്തായാലും ഇന്ന് ആ കേരളത്തിന് ഒരു നാഥനുണ്ടാകുന്നു. അത് വി.ഡി. സതീശനാകുന്നു. ജനങ്ങളുടെ ആഗ്രഹം പോലും തന്നെ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വന്നതോടുകൂടി സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സ്തംഭനത്തിലായിരുന്നു. കേരളത്തിനൊപ്പം ഫലം വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ സർക്കാർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും എപ്പോൾ എന്നതിൽ കൃത്യമായ അറിവില്ല. ഏതായാലും ആലുവയിലെ വീട്ടിൽ, വി.ഡി. സതീശന്റെ ആലുവയിലെ വീട്ടിൽ ആവേശഭരിതമായിരിക്കുകയാണ് ജനങ്ങൾ. പ്രവർത്തകരെല്ലാവരും ലഡു വിതരണം തുടങ്ങി. വി.ഡി. സതീശന്റെ വീട്ടിൽ എല്ലാവരും ഒഴുകിയെത്തുകയാണ്. എന്നാൽ ചെന്നിത്തലയുടെ വീട്ടിലേക്കോ കെ.സിയുടെ വീട്ടിലേക്കോ ഒന്നും ആരെയും കാണുന്നില്ല എന്നതുകൂടി നോക്കിക്കാണുക. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്.